Oh my God. Let me show you what I got. This beat is so hot. Oh my God. Is that bullshit? I think not. Let me show you what I got. This beat is so hot. അങ്ങനെതാ നമ്മളൊരു വണ്ടി വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് കഴിഞ്ഞു. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ കേട്ടോ, നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് വണ്ടി ചെയ്തത്. കാരണം മറ്റൊന്നുമില്ല, ലെവലിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സമയം എടുത്ത്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ കളർ നമ്മൾ കംപ്ലീറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി നല്ല അടിപൊളി ലുക്കായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ടൈപ്പ് 4 ആട്ടോ. ഫസ്റ്റ് നമ്മൾ ടൈപ്പ് 4 ആണ് വണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടൈപ്പ് 4 സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ബോണറ്റ്, അതേപോലെ ഫ്രണ്ട് ബമ്പർ, ഹെഡ് ലാമ്പ്, അതേപോലെ ഫോഗ്, ഇതൊക്കെ നമ്മളൊരു വിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതിൻ്റെ സെക്കൻഡ് വന്നിട്ട് നമ്മളൊരു കളറാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഹൈലൈറ്റ് നമ്മളൊരു കളറാണ്. പിന്നീട് വണ്ടി നമ്മൾ ടൈപ്പ് 4 ചെയ്തു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടി ടൈപ്പ് 4 ചെയ്തു. അപ്പോൾ ടൈപ്പ് 4 എടുത്ത സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബോണറ്റ്, അതേപോലെ ഫ്രണ്ട് ബമ്പർ, ഗ്രില്ല്, ഹെഡ് ലാമ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോസ് നമ്മൾ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. സെക്കൻഡ് വന്നിട്ട് നമ്മളൊരു കളറാണ്. കളർ നമ്മൾ ഡിഫൻഡറിൻ്റെ കളറാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ക്രോം പാർട്ടൊക്കെ നമ്മൾ അതേപോലെ തന്നെ ആ ഒരു സ്റ്റീൽ കളറിലാണ് നിലനിർത്തിയത്. പക്ഷേ കണ്ടപ്പോൾ ഒരു ലുക്കായിട്ട് തോന്നില്ല. കാരണം ഈ ഒരു കളറിലേക്ക് ഇത് സ്റ്റീൽ വന്നപ്പോൾ ഒരു ലുക്ക് തോന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ക്രോം ഡിലീറ്റ് ചെയ്ത്. നമുക്ക് പല കമൻസും വരുന്നുണ്ട്, ക്രോം ഡിലീറ്റ് ചില വണ്ടിക്ക് ഭംഗിയില്ല എന്നുള്ളത്. അത് ഓരോരുത്തർ പറയുമ്പോൾ, അത് കസ്റ്റമർ പറയുമ്പോൾ നമ്മൾ അത് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, ചില വണ്ടികൾക്ക് ക്രോം ഡിലീറ്റ് ചെയ്യുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് അങ്ങനെ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു ഹെഡ് ലാമ്പ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മളൊരു ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബൾബും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, LED ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലർക്കും സംശയമാണ്, നമ്മൾ ഹെഡ് ലാമ്പ് വരുമ്പോൾ അതിൻ്റെ കൂടെ ബൾബ് ഉണ്ടാവുമോ LED എന്നുള്ളത്. നമുക്ക് അതിൻ്റെ കൂടെ LED ബൾബ് വരുന്നില്ല. നമുക്ക് സാധാ ഹലജൻ ബൾബ് ഒരു 55 വാട്ട്സിൻ്റെ മാത്രമേ വരുന്നുള്ളൂ. LED ബൾബ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അത് നമ്മളെടുത്ത് 1 ഇയർ 2 ഇയർ 2 വർഷം വാറൻറ്റി ഉള്ള ബൾബൊക്കെ നമ്മളെടുത്ത് അവൈലബിൾ ആണ്. അത് 150 മുതൽ നമുക്കൊരു 300 വാട്ട്സ് വരെ നമുക്ക് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മൾ ഫോഗ് ലാമ്പ് ഉണ്ടോ, ഫോഗ് ലാമ്പിൻ്റെ ബൾബ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം വൈറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നീട് നമ്മളൊരു ബാർ ഫ്ലാഷർ കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ. കാരണം ഒരുപാട് മോഡ് മാറ്റാൻ പറ്റുന്ന ഒരു ഫ്ലാഷറാണ്. ഇത് വൈറ്റും അതേപോലെ തന്നെ ഓറഞ്ച്, അതേപോലെ റെഡ് ആൻഡ് ബ്ലൂ, ഇങ്ങനെ കുറേ കളറിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുള്ള ഓറഞ്ചാണ്. കാരണം വൈറ്റ് എല്ലാ വണ്ടിയിലും ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മളൊരു ഓറഞ്ച് ചെയ്തു. അതേപോലെ നമ്പർ പ്ലേറ്റ്സ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. കാരണം നമ്മളൊരു IND പ്ലേറ്റാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ ആ ഒരു വണ്ടിൻ്റെ ഭംഗി എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ബ്ലാക്ക് വന്നപ്പോഴാണ്. കാരണം സത്യം പറഞ്ഞാൽ ഞങ്ങളിത് ആദ്യം ക്രോമിൽ വെച്ച് ഫിറ്റാക്കിയ സമയത്ത് ഒട്ടും ഭംഗി തോന്നിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളത് ക്രോം ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ മറ്റുള്ള മാറ്റങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. മെയിൻ ഹൈലൈറ്റ് നമ്മളൊരു പെയിൻറ്റിംഗ് ആണ്. കളറ് നമ്മൾ വീഡിയോസിൽ കാണുന്ന പോലെ ആവില്ല, ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മളൊരു സൈഡിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നോക്കുക, നമ്മളെ അലോയ്സിൻ്റെ കപ്പ് സെൻറ്റർ കപ്പ് ഇടാനുണ്ട്. നമുക്ക് ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കി, അപ്പോൾ അതിൽ കറക്റ്റുള്ള നമ്മളെ സ്റ്റോക്കില്ല. അപ്പോൾ നമ്മളത് മാറ്റി വിട്ടാൽ. പിന്നീട് നമ്മൾ വീൽസ് നമ്മൾ ഒരു ഗ്ലോസി ബ്ലാക്കിലേക്ക് ചെയ്തു. അതേപോലെ കാലിബർ കവർ നമ്മൾ റെഡ്, കാലിബർ കവറല്ല കാലിബറിൻ്റെ അത് നമ്മൾ റെഡിലേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ മിറർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഓൾഡ് മിറർ കംപ്ലയിൻറ്റും കാര്യങ്ങളും പൊട്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു OI ടൈപ്പ് മിററും നമ്മൾ ചെയ്തു. അത് നമ്മൾ ബ്ലാക്കാണ് ചെയ്തത് കേട്ടോ. കാരണം ഒരു ബ്ലാക്ക് വന്നുകൊണ്ടാണ് ഇത്ര ഒരു ഭംഗി വണ്ടി കാണാനായിട്ട്. അതേപോലെ നമ്മൾ സെൻറ്റർ ഡോർ പോസ്റ്റ് ഉണ്ടോ, ഈ ഒരു പോർഷൻ നമ്മളൊരു ഗ്ലോസി ബ്ലാക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഹാൻഡിൽ നമ്മൾ ബോഡി കളറിനാണ് കേട്ടോ. പിന്നീട് നമ്മളൊരു ടൈപ്പ് 4 വരുന്ന ഒരു സൈഡ് സ്കേർട്ട് നമ്മളൊരു ഇതിൽ, അത് നമ്മളെ കിറ്റിൽ വരുന്നതാണ്, സൈഡ് സ്കേർട്ട് നമ്മളെ കിറ്റിൽ വരുന്ന കേട്ടോ, ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് വീല് ആ ഒരു ഹബ്ബും കാര്യങ്ങളും നമ്മൾ ആ ഒരു റെഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വണ്ടിയിൽ കാണാത്തൊരു സംഭവം, വണ്ടി നമ്മൾ ഫസ്റ്റ് തന്നെ അണ്ടർ ബോഡി കോട്ടിങ്ങും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈഡ് പോർഷനിൽ വന്നിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്.
ഇന്ത്യയുടെ നമ്മൾ ഒരുപാട് വർക്ക് നമ്മളിതിൻ്റെ ഇന്ത്യയുടെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മളെ സീറ്റ് നമ്മൾ കസ്റ്റം ചെയ്തിട്ട് നമ്മളൊരു ബട്ടർഫ്ലൈ സീറ്റാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. കളർ നോക്കുകയാണെങ്കിൽ ഒരു കോഫി കളറാണ്. നമ്മൾ വീഡിയോയിൽ ഇതിൻ്റെ കറക്റ്റ് കളറല്ല കിട്ടുന്നത്, കാരണം നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് കറക്റ്റ് അല്ല. പിന്നീട് നമ്മളെ ഇൻറ്റീരിയർ ഉണ്ടോ, അപ്പോൾ ഇന്ത്യയുടെ നമ്മൾ ഡുവൽ ടോൺ ആണ്, കാരണം ബ്ലാക്കും ബ്രൗണും കൂടി, ഇത് പക്ക ബ്രൗൺ അല്ല, അപ്പോൾ ആ ഒരു ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഡാഷ്ബോർഡ് ഉണ്ടോ, മുകൾ ഭാഗം നമ്മൾ ബ്ലാക്കാണ്, അതേപോലെ പോസ്റ്റ്, അതേപോലെ തന്നെ റൂഫ്, നമ്മളെ സെൻറ്റർ പോസ്റ്റും കാര്യങ്ങളും പാട്ടുകൾ കണ്ടോ, എല്ലാ പാട്ടുകളും നമ്മൾ ആ ഒരു ഇതിലാണ് ബ്ലാക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ ആൻഡ്രോയിഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൻഡ്രോയിഡ് പാനലും നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ബ്ലാക്കാണ്, അതൊരു ഗ്ലോസി ബ്ലാക്ക്, നമ്മൾ സ്ഥിരം ചെയ്യുന്ന ആ ഒരു പിയാനോ ബ്ലാക്ക് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു ഗിയർ ബൂട്ട് ഉണ്ടോ, ഗിയർ നോബ് കേട്ടോ, ഗിയർ നോബ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു, അതേപോലെ ഗിയർ ബോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡാഷ്ബോർഡിൻ്റെ അടിഭാഗം കംപ്ലീറ്റ് നമ്മൾ കണ്ടോ ബ്ലാക്കാണ്. അതേപോലെ നമ്മളൊരു ഗിയർ കൺസോൾ, ഈ ഒരു കൺസോൾ നമ്മൾ ബ്ലാക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ബ്രൗൺ ആണെങ്കിൽ ഈ ഒരു പോർഷൻ, അതാണ് ഞാൻ പറഞ്ഞത്, രണ്ട് തീമിൽ ബ്ലാക്ക് ആൻഡ് ബ്രൗണിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്റ്റിയറിംഗ് സ്റ്റിച്ച് ആട്ടോ, നമ്മൾ പഴയ മോഡൽ വണ്ടിയാണ്, അപ്പോൾ അതുകൊണ്ട് സ്റ്റിയറിംഗ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ല. കണ്ടോ, നമ്മൾ സ്റ്റിയറിംഗ് സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ആ ഒരു കൺസോൾ കണ്ടോ, അതും നമ്മൾ ആ ഒരു ബ്രൗണിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ലുക്കിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ പിന്നെ നമ്മൾ ആ ഒരു വിൻഡോ, നമ്മളൊരു കണ്ടോ, നമ്മളൊരു പവർ വിൻഡോ പാനൽ നമ്മൾ അതും ബ്ലാക്കാണ്, ഹാൻഡിൽ നമ്മൾ ബ്ലാക്ക് ചെയ്തു. അതേപോലെ നമ്മൾ ആ ഡോർ പാഡ് നമ്മൾ ക്ലോത്ത് കണ്ടോ, സ്റ്റിച്ചിങ് നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിളുള്ള സ്റ്റിച്ചിങ്ങാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് ലുക്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ബാക്ക് നമുക്ക് ബെഞ്ച് സീറ്റാണ്, കാരണം വണ്ടി 8 സീറ്ററാണ്. പിന്നീട് നമ്മൾ ഫ്ലോർ മാറ്റ് കണ്ടോ, ഫ്ലോർ മാറ്റ് നമ്മൾ ഒക്കെ ഒരു സെയിം കളറാണ്, കാരണം ഒക്കെ ഒരു ബ്രൗണിഷിൽ, കാരണം ഇൻറ്റീരിയർ പെയിൻറ്റിങ് നമ്മൾ ബ്ലാക്കും ബ്രൗണും പറഞ്ഞു. നമ്മൾ സീറ്റ്സ് നമ്മൾ ആ ഒരു ലെതർ വർക്കും നമ്മൾ ആ ഒരു ബ്രൗണിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻറ്റീരിയർ ആ ഒരു ബേബി സീറ്റ് ഇതാ പേപ്പർ നമ്മൾ അതൊരു ബേബി സീറ്റ്, ഇത് ഷോർട്സ് ഒക്കെ ഇതിന് താഴെ കൊടുക്കുന്നുണ്ട്. പിന്നീട് ബാക്ക് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്തു. പിന്നീട് നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ നമ്മളാ ഒരു സ്പോയിലറാണ്, സ്പോയിലർ ടൈപ്പ് 4ൻ്റെ സ്പോയിലറാണ്, നമ്മളത് ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ, നമ്മളെ ബോഡി കളറല്ല ബ്ലാക്കാണ്. പിന്നീട് നമ്മളാ ഒരു ഫോർച്യൂണർ ടൈപ്പ് നമ്മളൊരു വൈഫ്രാമും ബ്ലേഡും ചെയ്തു. അതേപോലെ നമ്മളെ ലോഗോ, അതേപോലെ ഡിക്കി ക്രോമും നമ്മൾ ബ്ലാക്കിലേക്ക് അപ്ഡേറ്റ്, കാരണം ആ ബ്ലാക്ക് കയറിയോണ്ടാണ് വണ്ടിക്ക് ഇത്ര ഭംഗിയിട്ടാണ്. പിന്നീട് റിഫ്ലക്ടർ നമ്മൾ ആ ഒരു സ്റ്റോക്ക് തന്നെയാണ്. പിന്നെ എടുത്ത് പറയാനുള്ളത് നമ്മൾ ടൈലാമ്പ് കേട്ടോ, ടൈലാമ്പ് നമ്മളിതിൽ ആദ്യം റെഡ് ആയിരുന്നു ചെയ്തത്. അപ്പോൾ കസ്റ്റമർ ഇതൊരു ഫോട്ടോ കണ്ടപ്പോൾ കസ്റ്റമർ പറഞ്ഞു ഇത് മതി, ഇതാണ് നല്ലതെന്ന് പറഞ്ഞു, അങ്ങനെ ഇത് ചെയ്ത്. നമ്മളിത് മാട്രിക്സ് ടൈപ്പാണ്, ഇത് കത്തുന്ന വീഡിയോ ഒക്കെ നമ്മൾ അടി കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ടൈപ്പ് 4ൻ്റെ ബമ്പറും അതേപോലെ തന്നെ റിയർ സ്കേർട്ടും, അതേപോലെ റിയർ സ്കേർട്ട് റിഫ്ലക്ടറും നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മളൊരു റിവേഴ്സ് ക്യാമറ കേട്ടോ, ഒരു ബട്ടൺ ടൈപ്പ് ക്യാമറ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ്സും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് പോർഷനിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ടൈലാമ്പാണ് കേട്ടോ, ടൈലാമ്പ് നമുക്ക് ജസ്റ്റ് മാട്രിക്സ് ടൈപ്പാണ്. അതേപോലെ തന്നെ നമ്മൾ ആ സ്കേർട്ടിൽ വരുന്നത് നമുക്ക് മാട്രിക്സ് ആണ്. ജസ്റ്റ് ഒന്ന് ഓടി കളിച്ചിട്ട് നമുക്കത് കത്തുള്ളൂ. ഓക്കെ, അതിങ്ങനെ പോയി നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ജസ്റ്റ് സ്മോക്കാണ് കേട്ടോ, അതുകൊണ്ട് നമ്മൾ ഡാർക്ക് മോഡ് ആക്കിയിട്ട് അതൊരു ക്ലിയർ ആയിട്ട് തോന്നുന്നില്ല. പിന്നീട് നമുക്ക് അതിൽ ബ്രേക്ക് വന്നിട്ടുണ്ട് കണ്ടോ, ബ്രേക്കാണ്. പിന്നീട് നമുക്ക് ഇൻഡിക്കേറ്റർ കണ്ടോ, ഇൻഡിക്കേറ്റർ നമുക്ക് മാട്രിക്സ് ആണ്. പിന്നീട് നമുക്കൊരു റിവേഴ്സ് നമുക്ക് അതിൽ വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ അടിയിലെ DRലും കത്തുന്നുണ്ട് കേട്ടോ, ഓരോ പോർഷനിലും നമുക്ക് ഓരോന്നായിട്ട് അത് കത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ടൈലാമ്പിൽ വന്നിട്ടുള്ളത്. നമ്മളിതാ ഇത്രയും കാര്യങ്ങൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വണ്ടിൻ്റെ കളർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ കളറും അതേപോലെ നമ്മളെ സീറ്റ് വർക്ക് ആയിക്കോട്ടെ, നമ്മളെ ടോട്ടൽ വർക്ക് നമ്മളെ ഈ ഒരു ബ്ലാക്ക് ചെയ്ത്, കാരണം ഈ ഒരു കളറിനോട് അത്യാവശ്യം നല്ല രീതിയിൽ കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് ബ്ലാക്ക് ചെയ്തത്.
അപ്പോൾ എല്ലാ വർക്കും അതേപോലെ തന്നെ നമ്മളൊരു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഇതുപോലുള്ള വർക്കുകൾക്കും അതേപോലെ നമുക്ക് ഇതിൻ്റെ പാർട്സുകളും നമ്മളെടുത്ത് അവൈലബിൾ. കാരണം ഹെഡ് ആയിക്കോട്ടെ, ടൈൽ ആയിക്കോട്ടെ, ടൈപ്പ് 4 കിറ്റോ ഗ്രില്ലോ എന്ത് സാധനം ആയിക്കോട്ടെ, പെയിൻറ്റിങ് അതേപോലെ എല്ലാ വർക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർ നമ്മളെ F&F മോട്ടോർ സ്പോർട്സ് കോൺടാക്ട്. അതേപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ.